ഹായ്. കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പ് തൊഴിലുകൾ കൊണ്ട് ചരിത്രം രചിച്ച ഇവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂട്ടുകാരെ, നമ്മളോട് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന്. മലപ്പുറത്തുകാരെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പ്രത്യേക ബഹുമാനം കൗതുകം നേറുന്നത് എന്ന്. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. പ്രതിസന്ധികളെ നോക്കി പുഞ്ചിരിക്കുവാനും എല്ലായ്മകളിൽ നിന്ന് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനും പഠിച്ച മനുഷ്യരുടെ നാടാണ് മലപ്പുറം ജില്ല. ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും. മലപ്പുറത്തിൻ്റെ മണ്ണ് നമ്മളെ പഠിപ്പിച്ചത് തോറ്റു കൊടുക്കരുത് എന്നതാണ്. ഈ മണ്ണിൽ നിന്ന് ഗൾഫിലേക്ക് വിമാനം കയറിയ നമ്മുടെ മുൻ തലമുറ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. കയ്യിലെ വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ ബാങ്ക് ബാലൻസോ ഉണ്ടായിട്ടല്ല അവർ പോയത്. പകരം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കൂടെയുള്ളവനെ നെഞ്ചോട് ചേർക്കുവാനുള്ള സ്നേഹവും മാത്രമായിരുന്നു അവരുടെ മൂലധനം. പുലിമണൽ ചോര നീരാക്കിയവർ പടുത്തുയർത്തിയത് വെറും കോൺക്രീറ്റ് കൊട്ടാരങ്ങളല്ല, പകരം വെറും തലമുറയ്ക്കുള്ള വഴിവിളക്കുകളായിരുന്നു അത്. ഒരു നാടിനെ മുഴുവൻ മാറ്റിമറിക്കാൻ ഒരു ജനതയുടെ കഠിനാധ്വാനത്തിന് കഴിയും എന്ന ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ. മലപ്പുറത്തുകാരന് അസാധ്യമായി ഒന്നുമില്ല. കാരണം നമ്മൾ പ്രതിസന്ധികളെ തളരാനല്ല, മറിച്ച് വളരാനുള്ള കോവണികളായിട്ടാണ് കാണുന്നത്, കൂണികളായിട്ടാണ്. നമ്മുടെ ഫുട്ബോളിനെ കുറിച്ച് പറയാതെ മലപ്പുറത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. സെവൻസ് ഗ്രൗണ്ടുകളിൽ ചോരയും നീരും നൽകി പന്തുരളുന്ന മലപ്പുറത്തിൻ്റെ മൈതാനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പാഠമുണ്ട്. എത്ര വലിയ എതിരാളിയാണെങ്കിലും കളി അവസാനിക്കുന്ന ആ ഒരു 90-ാം മിനിറ്റ് വരെ നെഞ്ചെടുപ്പോടെ പോരാടണം എന്ന പാഠം വാങ്ങിയാലും കളി കൈവിടാതെ വീണ്ടും ആക്രമിച്ചു മുന്നേറുന്ന ആ ഫുട്ബോൾ സ്പിരിറ്റ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. വീണു പോകുന്ന പരാജയമല്ല, പക്ഷേ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുന്ന തന്നെയാണ് യഥാർത്ഥ പരാജയം. ഇന്ന് മലപ്പുറം IAS ബിസിനസ് സാമ്രാജ്യങ്ങളിലും എഴുത്തിലും കലയിലും കായിക രംഗത്ത് മുൻപന്തിയിലാണ്. ഇതിനൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് മറ്റൊന്നുമില്ല. എന്താണ് ആ രഹസ്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നന്മയും പരസ്പര വിശ്വാസവും കൂടെയുള്ളവനും വീഴുമ്പോൾ കൈപ്പിടിച്ച് ഉയർത്താനും മടിക്കാത്ത ആ ഒരു മനസ്സ്, അതാണ് നമ്മുടെ ഊർജവും ഏറ്റവും വലിയ ഊർജം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മണ്ണ് ജനിച്ച നമ്മളിൽ ഓരോരുത്തരിലും ആ പോരാട്ട വീരുമുണ്ട്. നിനക്ക് കഴിയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവുകൾ കൊണ്ടല്ല, മറിച്ച് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതമാണ്. ലക്ഷ്യങ്ങൾ വലുതാക്കി വെക്കുക, അതിനായി കഠിനമായി പരിശ്രമിക്കുക. പരാജയങ്ങൾ വരുമ്പോൾ തളരാൻ പാടില്ല. കാരണം മലപ്പുറത്തിൻ്റെ ചരിത്ര വിജയങ്ങളുടേത് മാത്രമല്ല, അതിജീവനത്തിൻ്റേത് കൂടിയാണ്. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ കഠിനാധ്വാനവും നന്മയുടെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിലായാലും തലയുയർത്തി പിടിച്ച് പറയാം, അതെ ഞാൻ മലപ്പുറത്തുകാരനാണെന്ന്. അതെ, നന്ദി. ജയ് ഹിന്ദ്.